ഹലോ, ഞങ്ങളിപ്പം ഉള്ളതേ പരിയാനംപറ്റ കാവിലാണ് കേട്ടോ. അപ്പോൾ പരിയാനംപറ്റ പൂരത്തിൻ്റെ അന്ന് പൂരത്തിനൊന്നും പോകാൻ പറ്റിയില്ല. പൂരത്തിന് ഞങ്ങൾ പോക്കുമില്ല കേട്ടോ. കാരണം ആനകളും അതേപോലെ തിരക്കൊക്കെ ഗംഭീരമായിരിക്കുമല്ലോ. അങ്ങനെ ആനകളും തിരക്കൊന്നുമില്ലാത്തൊരു ദിവസം, അതായത് പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 9 മണി 9:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്ക് അത്രയ്ക്ക് തന്നെ അങ്ങോട്ട് ഇല്ല. എന്നാൽ ഞങ്ങൾ പോരണ സമയമാകുമ്പോഴേക്കും തിരക്ക് അത്യാവശ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഇറങ്ങി തൊഴുതു. അങ്ങനെ കുറച്ച് നേരം ആനേനെയൊക്കെ നോക്കി നിന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കഞ്ഞിയും അച്ചാറും പിന്നെ ഒരു മത്തനും വെള്ളപ്പയറൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയും പിന്നെ കൊണ്ടാട്ടമുളകും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 ആളും കഞ്ഞിയൊക്കെ കുടിച്ചു. നല്ല ചൂട് കഞ്ഞിയാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുമ്പിക്കുട്ടിക്ക് ബലൂൺ വാങ്ങണം, അതേപോലെ റിച്ചുവിന് കമ്മൽ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഏത് ബലൂണ് കാണിച്ചു കൊടുത്താലും ഇഷ്ടപ്പെടണില്ല. അല്ലെങ്കിൽ ചെറിയതാണ്, അല്ലെങ്കിൽ ഡോറ ബൂജിയുടെ വേണം, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ പൂരപ്പറമ്പ് ഒക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പൂരം ദിവസം പോയാൽ ഇതൊന്നും നടക്കില്ല. പൂരത്തിൻ്റെ പിറ്റേ ദിവസം പോയാലാണ് കേട്ടോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. അതേപോലെ തിരക്കില്ലാണ്ട് നമ്മൾ ആരെയും പേടിക്കാണ്ടൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്മലൊക്കെ വാങ്ങി പിന്നെ കുറച്ച് കുങ്കുമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോരാൻ സമയമാകുമ്പോഴേക്കും കുറച്ച് തിരക്ക് വന്നിട്ടുണ്ട് കേട്ടോ. തുമ്പിക്കുട്ടിക്ക് ഈ ഒരു ബലൂണാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡോറ പൂജയുണ്ട്. അവളതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുകളിലോട്ട് പോയാൽ പിന്നെ കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഏട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളിങ്ങോട്ട് തിരിച്ച് പോരാൻ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുമ്പോൾ സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ച് കയറാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ ഒരു വഴിയുണ്ട്. അപ്പോൾ ആ ഒരു വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.